ലോകമൊന്നടങ്കം ഒരേ സ്വരത്തിൽ യുദ്ധക്കൊതിയനെന്ന് വിളിക്കുന്ന ഒരു ഭരണാധികാരി, സാക്ഷാൽ ബെന്യാമിൻ നെതന്യാഹു. ഏകദേശം എല്ലാ അയൽ രാജ്യങ്ങളുമായി വർഷങ്ങളായി നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി. ഇസ്രയേലിനും നെതന്യാഹുവിനും ഒരു സ്വപ്നമുണ്ട്. ഗ്രേറ്റർ ഇസ്രയേൽ അഥവാ നൈല് മുതൽ യൂഫ്രട്ടീസ് വരെ വിശാലമായി കിടക്കുന്ന ഇസ്രയേൽ എന്ന ഒരു സാമ്രാജ്യത്തിന്റെ സ്വപ്നം. എന്നാൽ ഗ്രേറ്റർ ഇസ്രയേൽ എന്നുള്ളത് സയനിസ്റ്റുകൾക്ക് സ്വപ്നമാണ് എങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. സയനിസ്റ്റുകളുടെ അല്ലെങ്കിൽ യഹൂദരുടെ പതനത്തെക്കുറിച്ച വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഇങ്ങനെയാണ്: ഫഇദാ ജാഅ വഅദുൽ ആഖിറതി ജിഇനാ ബികും ലഫീഫ. കാലങ്ങളായി ലോകത്ത് പല രാജ്യങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന യഹൂദർ അവസാനം ഒരു നാട്ടിൽ തമ്പടിക്കും. അവർക്ക് സ്വന്തമായ രാഷ്ട്രമുണ്ടായിരിക്കും. ആ രാഷ്ട്രത്തിന്റെ സ്വഭാവം ജിഇനാ ബികും ലഫീഫ എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷം. ആ വൃക്ഷം തൻ്റെ ചില്ലകൾ മറ്റു വൃക്ഷങ്ങളിലൊക്കെയും പടർത്തി അവയെ തന്നിലേക്ക് പിടിച്ചു വലിച്ച് കാടൊരുക്കുന്നതിനാണ് ഭാഷയിൽ ലഫീഫ് എന്ന് പറയുക. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന തോട്ടങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ വജന്നാത്തിൻ അൽഫാഫ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ചില്ലകൾ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ വരച്ചു വെച്ച സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ്. പക്ഷെ ഇസ്രയേൽ വരച്ചു വെച്ചതല്ല, അള്ളാഹു പറഞ്ഞു വെച്ചതാണ് പൂവണിയുവാൻ പോകുന്നത്. ഫഇദാ ജാഅ വഅദുൽ ആഖിറ, അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ ലിയസൂഉ വുജൂഹക്കും, അള്ളാഹുവിന്റെ അടിമകൾ യഹൂദരെ അപമാനിക്കും. വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ, അവർ അക്സയിലേക്ക് തിരിച്ചു കയറും. വലിയുതബ്ബിറു മാ അലൗ തദ്ബീറ, സയനിസ്റ്റുകൾ പടുത്തുയർത്തിയതെല്ലാം വിശ്വാസികൾ തച്ച് തകർത്ത് തരിപ്പണമാക്കും. ഈ സ്വപ്നത്തിനു വേണ്ടി കാത്തിരിക്കാം ഇൻഷാ അള്ളാഹ്.